കർണാടകയിലെ ബിദാറിൽ സെക്യൂരിറ്റി ജീവനക്കാരെ കൊലപ്പെടുത്തി എടിഎമ്മിലേക്ക് കൊണ്ടുവന്ന പണം കവർന്നത് ഛത്തീസ്ഗഡ് സ്വദേശികളെന്ന് പോലീസ്. കൃത്യത്തിന് ശേഷം പ്രതികൾ അഫ്സൽഗഞ്ചിലെത്തി ലോഡ്ജ് ജീവനക്കാരനെ വെടിവെച്ച ശേഷം രക്ഷപ്പെടുകയാണ്. രണ്ടുപേരെ കൊലപ്പെടുത്തി പട്ടാപ്പകൽ 93 ലക്ഷം രൂപയുമായി കടന്ന പ്രതികളെ ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല. ഇന്നലെ വൈകിട്ട് പോലീസിന്റെ കയ്യെത്തും ദൂരത്ത് ഇവർ എത്തിയിരുന്നു. രാവിലെ മോഷണം നടത്തിയ പ്രതികൾ വൈകിട്ടോടെ 150 കിലോമീറ്റർ അപ്പുറമുള്ള അഫ്സൽഗഞ്ചിലെത്തി. ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് റായ്പൂരിലേക്ക് ബസ് ടിക്കറ്റ് എടുത്തു. പിന്നാലെ ഇവരുടെ കയ്യിലുള്ള ബാഗ് പരിശോധിച്ചപ്പോൾ ട്രാവൽ ഏജൻസി ജീവനക്കാരന് സംശയം തോന്നി. തുടർന്ന് പണം നൽകി കൂടെ നിർത്താൻ ശ്രമിച്ചെങ്കിലും ഇയാൾ വഴങ്ങിയില്ല. പോലീസ് എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ സുരക്ഷാ ജീവനക്കാരനു നേരെ വെടിയുതിർത്ത് രക്ഷപ്പെട്ടു. പ്രതികൾ ഛത്തീസ്ഗഡ് സ്വദേശികളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 സംഘങ്ങളായാണ് പോലീസ് പ്രതികളെ തേടുന്നത്. ഇവർ നഗരം വിട്ട് പുറത്തുകടക്കാൻ ഇടയില്ലെന്നാണ് പോലീസ് നിഗമനം. 24 ചെന്നൈ.